നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റിയിൽ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, ഒരു പിടി മല്ലിയില, ഒരു 5-6 പറ്റൽമുളക്, ഒരു 8-10 വെളുത്തുള്ളി, ഒരു പിടി കറിവേപ്പില, 8-10 ഉണ്ട് ചെറിയ ഉള്ളി, ഒരു ടീസ്പൂണാണ് വലിയ ജീരകം. ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരയ്ക്കേണ്ട, എങ്കിലും ഒരു 90% നമുക്കൊന്ന് ഒരല്പ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 കിലോയുണ്ട് ചിക്കൻ. ഈ ചിക്കൻ്റെ ഈ നെയ്യ് ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അത് അതിലിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് സാധാരണ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ നെയ്യൊക്കെ എടുത്ത് കളയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്ന ഉപ്പ് കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അരച്ച് കൊണ്ടുവന്ന ഈ ഒരു കൂട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം. അപ്പം ഏറ്റവും കുറഞ്ഞത് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കോൺഫ്ലവർ. പിന്നെ കുറച്ച് ഗരം മസാല, അതും ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമ്മൾ ഒന്ന് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാനിതൊരു വലിയ പാത്രത്തിലേക്കാക്കി തേച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി ഏറ്റവും കുറഞ്ഞ് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നന്നായിട്ട് ഇതിൽ പിടിച്ച് വരട്ടെ. ഞാനിത് ഉച്ചയ്ക്കാണ്, ഒരു 12 മണി സമയത്താണ് ഞാനിത് ഇങ്ങനെ ഈ ചിക്കൻ്റെ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞാൻ പിന്നെ എടുത്ത ഒരു 7 മണിക്കാണുണ്ടോ, വൈകിട്ട് 7 മണിക്കാണ് ഞാൻ വീണ്ടും എടുത്തത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളൊന്നും വെന്ത് വരില്ല. തീ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതിലുള്ള കോട്ടിംഗ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ഇളകി പോവുകയും ചെയ്യും. നമ്മൾ അരച്ച് എടുത്ത പേസ്റ്റ് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കനിൽ, അതൊക്കെ അങ്ങ് വിട്ടുപോകും. അപ്പം നമ്മളത് നന്നായിട്ട് ഇട്ടതിന് ശേഷം ഒന്നങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നല്ല തിളച്ച എണ്ണ നമുക്കൊന്ന് കുറച്ച് വെക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചെടുക്കരുത്. അപ്പം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു 3 ബാച്ചായിട്ടാണിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കോരി മാറ്റിയിട്ട് നമ്മൾ അടുത്തൊരു ട്രിപ്പ് കൂടെ നമുക്ക് ഞാൻ പറഞ്ഞില്ല 3 ട്രിപ്പായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. നമ്മൾ ഈ കടായി നിറച്ചിട്ട് ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്ത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആകും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് വേസ്റ്റായി പോവില്ല. ഇനി ഞാൻ 2ാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഒരു 5-6 പീസ് കൂടുതൽ നമുക്ക് ഇടാൻ പറ്റില്ല, കാരണം വെളിച്ചെണ്ണ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നമുക്കിതുപോലെ ഇതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രൈ ആക്കി കോരിയെടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റിൽ. അപ്പം നമ്മളതുപോലെ സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ സവോളയും പിന്നെ ഈ നാരങ്ങാനീരൊന്നും ഇതിൻ്റെ മുകളിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് അതുകൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി ഏറ്റവും ബെസ്റ്റാണ്. ചപ്പാത്തിയും പൊറോട്ടയും പറയാൻ പറ്റില്ല, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ടേസ്റ്റാണ് നമ്മളിങ്ങനെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. ബൈ.